എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു ജാപ്പനീസ് ഡിഷിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നാറ്റോ എന്നാണ് അതിന്റെ പേര്. അത് നാറ്റോ എന്ന് പറയുമ്പോൾ ഫെർമെന്റഡ് ആയിട്ടുള്ള സോയാബീൻ, അതായത് സോയാബീൻ ഫെർമെന്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സിലേക്ക് നമുക്ക് കിടക്കാം. അതായത് ധാരാളം വൈറ്റമിൻ K2 അടങ്ങിയ ഒരു ഇതാണ് ഈ നാറ്റോ എന്ന് പറയുന്നത്. വൈറ്റമിൻ K2 നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗം എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ആർട്ടറീസ്, ധമനികളിലും അതേപോലെ തന്നെ സോഫ്റ്റ് ടിഷ്യൂലും വരുന്ന കാൽസിഫിക്കേഷൻ, കാൽഷ്യത്തിന്റെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ബ്ലേക്ക്, അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ വൈറ്റമിൻ K2 എന്ന് പറയുന്നത് വളരെയധികം സഹായിക്കും. അത് മാത്രമല്ല, ഈ അറ്റാക്ക് ആയാലും അതുപോലെ സ്ട്രോക്ക് ആയാലും പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. പിന്നെ വൈറ്റമിൻ D ടാബ്ലറ്റ്സ് എടുക്കുന്നവർക്ക് ഈ K2 അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം നമുക്ക് വൈറ്റമിൻ D എടുക്കുമ്പോൾ നമ്മുടെ കാൽഷ്യം കുറച്ച് ശരീരത്തിൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫർദറായിട്ട് കാൽസിഫിക്കേഷൻ വരാതിരിക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും, ഈ വൈറ്റമിൻ K2 എന്ന് പറയുന്നത്.